ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ മിക്സിയുടെ പഴയ ജാർ എടുത്തിട്ട് നല്ലൊരു പൂച്ചട്ടി എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ മോള് ചെയ്ത ഒരു വർക്കാണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു കേടുവന്ന മിക്സിൻ്റെ ജാർ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യണത്. ഇപ്പോൾ ഹോളിൻ്റെ അടുത്തൊരു പിടിയില്ലേ, അതൊന്ന് അഴിച്ചു മാറ്റണം. ഇതകത്ത ആ സംഭവം അഴിച്ചു മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് പെയിൻ്റാണ്. ഫാബ്രിക് പെയിൻറ്റിൽ തന്നെ പേൾ ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ നമുക്ക് വൈറ്റ് ഗ്ലൂ വേണം. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള CD ഇല്ലേ, പഴയ CD, അത് ആവശ്യമുണ്ട്. പിന്നെ മുട്ടത്തോട് പൊടിച്ചത്. സാധാരണ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, അപ്പോൾ തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഗ്രീൻ കളറ് കുറച്ച് ഒഴിച്ചെടുക്കാം. ലേശം ഒഴിച്ചു കൊടുക്കാം. അടച്ചേക്കാം. പിന്നെ ഇനി നമുക്ക് വൈറ്റ് ഗ്ലൂ വേണം. അത് ലേശം മതി. അപ്പോൾ വൈറ്റ് ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ രണ്ട് കളേഴ്സും നന്നായിട്ട് മിക്സ്ഡ് ആക്കി എടുക്കാം. അപ്പോൾ രണ്ട് മിക്സാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഈ മുട്ടത്തോടില്ലേ, അത് ഈ പെയിൻറ്റിലോട്ടൊന്ന് ഇട്ടിട്ട് മിക്സ്ഡ് ആക്കി എടുക്കണം. മുട്ടത്തോടിട്ടു. ഇനി ലേശം ഇട്ട് നമുക്കൊന്ന് മിക്സ്ഡ് ആക്കി എടുക്കാം. അപ്പോൾ മിക്സ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം മിക്സായിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഒരു വൈറ്റൊക്കെ ഇടയ്ക്ക് വൈറ്റ് കാണുന്ന വിധത്തിൽ ആയാൽ മതി. അപ്പം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേറൊരു ബൗളിലോട്ട് വയ്ക്കാം. പിന്നെ അതിലോട്ട് തന്നെ നമുക്ക് ലേശം വൈറ്റ് ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. ലേശം വൈറ്റ് ഗ്ലൂ. ലേശം മതി കേട്ടോ, ലേശം വൈറ്റ് ഗ്ലൂ. അപ്പോൾ വൈറ്റ് ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മിക്സ്ഡ് ആക്കി എടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ജാറിലൊന്ന് തേച്ച് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നായിട്ടുണ്ട്.
നമുക്കിതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മുട്ടത്തോടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അവിടെ ഒട്ടിപ്പിടിച്ചോളും. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വെതിരി കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു നല്ല ലുക്കുണ്ട്. നമുക്ക് ആ ബ്ലാക്കില്ലേ അവിടെ ഒന്ന് ഈ ഗ്രീൻ കളറിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഒരു കോട്ടും കൂടെ അതിൻ്റെ മുകളിലൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇടയിലൊക്കെ പിടിക്കുന്ന വിധം പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സീഡി എടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചെടുക്കാം. നമുക്ക് വേണ്ടത് സീഡി പൊട്ടിക്കുമ്പോൾ എന്താ ഈ പേപ്പർ, ഇതിന് മുകളിലുണ്ടാവുന്ന ഈ പേപ്പറില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അത് പറിച്ചെടുക്കാം. ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ഷേപ്പിലാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ ഒന്നാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ എടുക്കാം. എന്നിട്ട് ബ്രഷിൽ കുറച്ചാക്കിയിട്ട് സീഡിൻ്റെ ആ പേപ്പറിലൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഓരോ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്നോരോന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. ജാറിൽ ഗമ്മാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് ഫുൾ ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക.